ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് റോൾ ഓഫ് എൻ്റർപ്രണേഴ്സ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ എൻ്റർപ്രണറുടെ റോൾ എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പല വർഷവും എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, പോയിന്റ് വൈസ് ആയിട്ട് ഞാനിതിൽ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്രിയേറ്റിംഗ് ജോബ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നു, ശരിയല്ലേ? ഇപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ തുടങ്ങിയാലും എന്തായാലും ഒരു സഹായത്തിനെങ്കിലും ഒരാളില്ലാതിരിക്കില്ല, അല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു ഒത്തിരി കൂടി വലിയൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ സ്മോൾ, ലാർജ്, മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസ് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഒന്നോ അതിലധികമോ പേർക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഫാമിലിയുടെ ഇൻകം വർദ്ധിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രൊമോട്ടിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനുള്ള ക്യാപിറ്റൽ കണ്ടെത്തും. Entrepreneurs promote capital formation by mobilizing the idle savings of public. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള പണം, നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഏത് വിധേനയും പണം കണ്ടെത്താനായിട്ട് ശ്രമിക്കും, അല്ലേ? ദേ എംപ്ലോയ് ദെയർ ഓൺ ആസ് വെൽ ആസ് ബോറോഡ് റിസോഴ്സസ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ദെയർ എൻ്റർപ്രൈസ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു റിസോഴ്സസ് കണ്ടെത്തി നമ്മുടെ കയ്യിലുള്ള പണമോ മറ്റുള്ളവരെ നിന്ന് ബോറോ ചെയ്തിട്ടൊക്കെ ബിസിനസ് സ്ഥാപനം തുടങ്ങും. അപ്പോൾ അത് അതിൻ്റെ ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. സച്ച് ടൈപ്പ് ഓഫ് എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റീസ് ലീഡ് ടു വാല്യൂ അഡീഷൻ ആൻഡ് ക്രിയേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ നമ്മൾ 10 രൂപ എന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്നും നമ്മുടെ കയ്യിൽ 10 രൂപ തന്നെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ റിസ്ക് എടുത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇൻക്രീസിങ് ദ പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് GDP. വാട്ട് ഈസ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഇൻകം പെർ ഹെഡ്, അല്ലേ? എക്കണോമിക്സിൽ പഠിച്ചിട്ടില്ലേ? ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം ആണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഏൺഡ് പീപ്പിൾ ആണെങ്കിൽ എന്തുണ്ടാവും? അവർക്ക് 4 പേരുടെ ഇൻകം വയ്ക്കുമ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിങ്ങൾ നോക്കി നോക്കൂ. അപ്പോൾ അതുപോലെ എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ വീടുകളിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏതെങ്കിലും മേഖലയിൽ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാവുന്നു? പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു. പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ എന്തുണ്ടാവുന്നത്? ആ ഫാമിലിയുടെ ഇൻകം വർദ്ധിക്കുന്നു, ആ സൊസൈറ്റിയുടെ ഇൻകം വർദ്ധിക്കുന്നു, ദെൻ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ദ പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് GDP, entrepreneur locate and exploit opportunity. They convert the latent and idle resources like land, labor and capital into national income and wealth from the formation of forms of goods and services. Okay, next point is improving the physical quality of life. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 5000 ശമ്പളം കിട്ടുന്ന ആൾക്കാരും 50,000 ശമ്പളം കിട്ടുന്ന ആൾക്കാരും 50,000 ശമ്പളം കിട്ടുന്ന ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവരുടെ വേ ഓഫ് ലൈഫിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണം ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലെങ്കിലും ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ഭദ്രത കൂടുന്നു എന്നുള്ളതാണ്. എൻ്റർപ്രണേഴ്സ് സപ്ലിമെന്റ് ദ ഇക്കണോമിക് ഗ്രോത്ത് ബൈ എൻഹാൻസിംഗ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എന്റർപ്രൈസ് ലീഡ് ടു ഇൻക്രീസ് ദ എംപ്ലോയ്മെന്റ് റവന്യൂ ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. കോൺസിക്വൻ്റ്ലി അതിൻ്റെ ഭാഗമായിട്ട് എന്താവുന്നത്? ദ പോവർട്ടി ഈസ് എലിവേറ്റഡ് ആസ് പെർ ദി ക്യാപിറ്റൽ ഇൻകം ഗ്രോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ഭാഗം ഇല്ലാതെയാവുന്നു, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇറ്റ്സ് ഷുവർ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവുന്നു? നമ്മുടെ കയ്യിൽ പണം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇൻകം ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു. ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു.
Just next point is helping the growth of infrastructural facilities. What is infrastructural? അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക നില അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ വീടിന്റെ കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ബിസിനസിന്റെ കാര്യങ്ങളും. അങ്ങനെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Entrepreneurship helps the growth of infrastructure facilities like road, bridges, building, factories, etc. These are the കോർണർ സ്റ്റോൺ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പം എല്ലാ രീതിയിലും സമൂഹത്തിൽ വികസനം ഉണ്ടാകുമ്പോൾ, നാഷണൽ ഇൻകം ഉണ്ടാകുമ്പോൾ, പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലും വികസനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി presupposes the growth of infrastructural facilities. നല്ലൊരു സ്ഥാപനം അവിടെ ഉണ്ടാകുമ്പോൾ, നല്ലൊരു രീതിയിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ റോഡുകളും എല്ലാ കാര്യങ്ങളും, ബ്രിഡ്ജസ് നല്ല രീതിയിലാവാനും അതുപോലെ തന്നെ ചരക്കുകൾ കൊണ്ടുപോകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ, അങ്ങനെ ആ ഒരു ഏരിയ തന്നെ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇംപ്രൂവിങ് ദ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇക്കണോമിക്കലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കുറയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഇക്കണോമിക് ഇൻഡിപെൻഡന്റ് ഇംപ്രൂവ് ചെയ്യുന്നു. അതായത് സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തിക പര്യാപ്തത ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. ഓക്കെ, എന്റർപ്രണർ ഇനീഷ്യേറ്റ് ചേഞ്ചസ് വിച്ച് ഇസ് എ ചെയിൻ റിയാക്ഷൻ. സെറ്റിംഗ് അപ്പ് ഓഫ് എൻ എന്റർപ്രൈസ് ഹാസ് സെവറൽ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. ഫോർ എക്സാമ്പിൾ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സ്റ്റീൽ പ്ലാന്റ് ജനറേറ്റ് സെവറൽ ആൻസിലറി യൂണിറ്റ് ആൻഡ് എക്സ്പാൻഡ് ദ ഡിമാൻഡ് ഫോർ അയൺ or coal etc. അപ്പം നമ്മളൊരു സ്റ്റീൽ ഇൻഡസ്ട്രി ആണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് അതിന്റെ ബാക്ക്വേർഡും ഫോർവേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള കോൾ, അതുപോലെ അയൺ, കോൾ എത്ര സാധനങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ മാനുഫാക്ചറിങ്ങും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ അപ്പോൾ ആ ഇൻഡസ്ട്രി വളരും, അതിന്റെ ആൻസിലറി ഇൻഡസ്ട്രി വരും. ഇതിന്റെ ആൻസിലറി ഇൻഡസ്ട്രി ബാക്ക്വേർഡ്, ഇപ്പോൾ ഒരു ടിമ്പർ, ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിന്റെ ടിമ്പർ ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ, ഗമ്മ് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അതും നമുക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ റിസോഴ്സസ് ബെസ്റ്റ് പോസിബിൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കരകൗശല കൈത്തറി മേഖലകളിലാണ് ഒരുപാട് പ്രാധാന്യമുള്ളത് അല്ലെ, കുടിൽ വ്യവസായങ്ങൾ ഇതൊക്കെ. അപ്പൊ നമ്മുടെ ഈ സാധനങ്ങൾക്ക് പുറമെ ഒക്കെ നല്ല എക്സ്പോർട്ടിംഗ് ഫീച്ചർ ഉള്ളതാണ്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ പുറമെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ തീർച്ചയായും കുടിൽ വ്യവസായങ്ങളൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമാക്കുന്നു. ലാസ്റ്റ് പോയിന്റ് ഈസ് ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ്. ദാറ്റ് മീൻസ് പ്രാദേശിക വികസനം പോലെ അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ഒരേപോലെ ബിസിനസ് കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ് എന്ന് പറയുക. എപ്പോഴും നമ്മൾ അർബൻ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ റൂറൽ ഏരിയയിലാണ് കൂടുതൽ ജനങ്ങൾ ഉണ്ടാവുക അല്ലെ, അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ കൺസെഷൻസ്, സബ്സിഡീസ് ഒക്കെ കൊടുത്തുകൊണ്ട്, കൂടുതൽ കൺസെഷണൽ റേറ്റിലെ ലോണൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഈക്വൽ ആവുമ്പോൾ എന്തായി, അർബനും റൂറലും ഒരേപോലെ ബിസിനസ് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. That is balanced regional development. They set up industries particularly in backward area to avail the various concessions and subsidies offered by the central and state governments. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികൾ, പല മെൻ്റൽ എബിലിറ്റി ഉള്ള കുട്ടികളുണ്ടായിരിക്കും, നന്നായി പഠിക്കുന്ന കുട്ടികൾ, മീഡിയം, ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലോ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളെ തന്നെ ട്യൂഷൻസും മറ്റ് റെമഡിയൽ കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്ന് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ മൊത്തം റിസൾട്ട് എന്തായി, നല്ല രീതിയിലായി. അതുപോലെ തന്നെ ഒരു നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൂറൽ ഏരിയയിലെ ജനങ്ങളെ കൂടി കൺസെഷൻസും സബ്സിഡീസും ഒക്കെ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്ന് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, താങ്ക് യു. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.